ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ്. പ്രത്യേകിച്ച് നമ്മളെ നല്ല രീതിയിൽ തയ്യാറെടുപ്പിക്കുന്ന ചില പ്രമുഖരായ ആപ്പുകളെക്കുറിച്ച്. അപ്പോൾ അവർ തരുന്ന ക്ലാസ്സുകളൊക്കെ വളരെ നല്ലതാണ്, നല്ല യൂസ്ഫുൾ ആണ്, നിങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഈ മത്സരം കടുത്തപ്പോൾ, അതായത് ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ ആരാദ്യം ആ കോഴ്സ് ലോഞ്ച് ചെയ്യും എന്ന് അറിഞ്ഞുകൊണ്ട് ആ ധൃതിയിൽ യാതൊന്നും ആലോചിക്കാതെ വിദ്യാർത്ഥികളെ അത്തരം കോഴ്സുകൾ നടത്തി പറ്റിക്കുന്ന ചില ആപ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇത് പറയാൻ പോകുന്നത് കേരള ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. നവംബർ മാസത്തിലാണ് ഈ PSC അസിസ്റ്റൻറ്റ് മാനേജർ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയത്. അപ്പോൾ നവംബർ മാസത്തിൽ PSC ആ നോട്ടിഫിക്കേഷൻ മാത്രമാണ് പുറത്തിറക്കിയത്. അതിൻ്റെ സിലബസോ അല്ലെങ്കിൽ അതിൻ്റെ എക്സാം പ്രിലിംസും മെയിൻസും കൂടിയാണോ എന്ന കാര്യമൊന്നും PSC ക്ലാരിഫൈ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ കൺഫ്യൂഷൻസിലായിരുന്നു. ആ കൺഫ്യൂഷൻ മുതലെടുത്തുകൊണ്ട് പല ആപ്പുകളും എന്ത് ചെയ്തു, കോഴ്സ് ലോഞ്ച് ചെയ്ത് മാത്രമല്ല അവരുടെയൊക്കെ തന്നെ അവരുടെ ഇഷ്ടപ്പെട്ട മോക്ക് സിലബസ് വെച്ചിട്ടുണ്ട് അവർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആപ്പുകളും നിങ്ങളിപ്പം PSC എന്ന് വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ വരുന്ന എല്ലാ ചാനലുകളും, ഒട്ടുമിക്ക ചാനലുകൾ, എല്ലാ ചാനലുകളും പറയുന്നില്ല, ഒട്ടുമിക്ക ചാനലുകൾ എന്ത് ചെയ്തു, ഈ PSCക്ക് അവരുടേതായ ഈ കേരള ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ട് അവരുടേതായ സിലബസ് ഒരുക്കുകയും അതിൽ 45 മാർക്ക് ബാങ്കിങ് അതിനും ബാങ്കിങ്ങും കോർപ്പറേഷൻ മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ, അതായത് ടോപ്പിക്സ് റിലേറ്റഡ് ടു ബാങ്കിങ് എന്ന പേര് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് ക്ലാസ്സുകൾ ആരംഭിച്ചു. അത് ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ എന്ത് ചെയ്തു, ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ആരംഭിച്ചു. അതായത് നോട്ടിഫിക്കേഷൻ വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ഏകദേശം എത്രയാണ് 3000 ആണ് ബേസ് പ്രൈസ്. 3000 മുതൽ 17,000 രൂപ വരെ ക്ലാസ്സുകൾ ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കേരള ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റ് ഡിഗ്രി 60 മാർക്ക് വേണം, 60% മാർക്ക് വേണം. പിന്നെ വയസ്സ് നമ്മുടെ ജനറൽ ഏജ് ആണെങ്കിൽ 27 ഇയേഴ്സ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു സാഹചര്യമൊക്കെ ഉള്ളത് കൊണ്ട് ഇതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർ എന്ത് ചെയ്തു, ഇതൊന്നും നോക്കാതെ അല്ലെങ്കിൽ PSCയുടെ സിലബസ് എന്താണെന്ന് ആലോചിക്കാതെ ഇവരെ മാത്രം വിശ്വസിച്ച് ഈ കോഴ്സുകൾ ചേർന്നു. ഒരു മാസം കഴിയുമ്പോഴാണ് PSC ഇതിൻ്റെ അതിൻ്റെ സിലബസ് പുറത്തിറങ്ങുന്നത്. അതിൽ ഒരു മാർക്ക് പോലും എന്തില്ല, ഇവർ പറഞ്ഞ ഈ ബാങ്കിങ് കാര്യങ്ങൾക്കൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഇവരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക, ബാങ്കിങ് സിലബസ് കണ്ടിട്ട് ഉദ്യോഗാർത്ഥികൾ ഞെട്ടി എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഞെട്ടിയത് ഇത്തരം ആപ്പുകളാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവരെല്ലാം ചെയ്തു ഒരു മാസമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എന്ത് പറയണം എന്നറിയാതെ 2 ദിവസം സ്റ്റക്കായിടുന്നതിനുണ്ട്. അതായത് ആ ഗ്രൂപ്പുകളിലൊന്നും തന്നെ 2 ദിവസത്തേക്ക് ഒരു അനക്കവും ഇല്ല, ഒരു അപ്ഡേഷനും കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? കാരണം ഒരു മാസത്തോളമായിട്ട് ഈ ഒരു ബാങ്കിങ്ങിൻ്റെ ക്ലാസ് മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തോളമായി കുട്ടികൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ BTech പഠിച്ചവരും BSc പഠിച്ചവരും MSc പഠിച്ചവരൊക്കെ, അതായത് ബാങ്കിങ് അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ MCom ഡിഗ്രി ഇല്ലാത്തവരും ഇത്തരം കാര്യങ്ങൾ ഒരു മാസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പൈസ നഷ്ടം അത് ഓൾറെഡി ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ 3000 തൊട്ട് 17,000 രൂപ വരെയാണ് അതിൻ്റെ ബാച്ചിലേക്കുള്ള അവർ ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കിനി പഠിക്കാനുള്ളത് എന്താണ്, ഇവരുടെ തന്നെ ജനറൽ PSC ഉള്ള ടോപ്പിക്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, PSC ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ പൈസ നഷ്ടം ഓൾറെഡി ഉണ്ട്. കാരണം വലിയ ഫീസൊക്കെ കൊടുത്തിട്ട് ഈ കോർപ്പറേഷൻ്റെ ഒന്നും അറിയാത്ത, ഇപ്പോൾ BTech പഠിക്കുന്ന അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ വലിയ ഫീസൊക്കെ കൊടുത്തിട്ട് ഈ കോർപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ കോഴ്സിൽ ചേർന്നത്. അപ്പോൾ ഓൾറെഡി അവർ ക്ലാസ് കൊടുക്കുന്നുണ്ട്, അത് ഉള്ള കാര്യമാണ്. അവർ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്ലാസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ സിലബസ് മാറിപ്പോയി. സിലബസ് വന്നുമ്പോഴേക്കും ഇവർ പഠിപ്പിക്കുന്ന സാധനങ്ങളൊന്നും തന്നെ എന്തില്ല. ഒരു മാസമായിട്ട് ആ ഒരു പ്രമുഖ ആപ്പിൽ പഠിക്കുന്ന കുട്ടി നമുക്ക് ഏകദേശം ഒരു മാസം വെച്ചാൽ 10-24 ദിവസത്തോളമായിട്ട് പഠിക്കുന്നവർ അതിൻ്റെ പ്രൂഫ് അടക്കം മെസ്സേജ് അയക്കുകയും അതുപോലെ നമ്മുടെ അടക്കം ഫ്രണ്ട്സുകൾ ഇവരെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണിത്. ഇവർ ഉറപ്പായിരുന്നു പ്രിലിംസും ഇല്ല, ഈ ഒരു നോട്ടിഫിക്കേഷന് പ്രിലിംസ് ഇല്ല എന്ന്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ അതായത് ഗ്രാജുവേറ്റ് ലെവലിന് വളരെയധികം ആൾക്കാരെ ഒന്നിച്ച് കയറ്റി എന്ന് പറഞ്ഞ് വലിയ ഫീസുകൾ വാങ്ങുന്ന ആപ്ലിക്കേഷനൊക്കെ ഉറപ്പിച്ച് പറയുന്നുണ്ട് പ്രിലിംസ് പരീക്ഷ ഇതിനില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് കുട്ടികളെ എടുത്തത്. അപ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ല, അത് ഇല്ല, ഇത്തരം പോസ്റ്റുകൾക്ക്, ഡിഗ്രി ലെവൽ പോസ്റ്റുകൾക്ക് ഒറ്റ പരീക്ഷയായിരിക്കും, ഒരു പരീക്ഷയുടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതൊക്കെ അടിച്ചെടുക്കാൻ പറ്റും എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞത്. പക്ഷേ സിലബസ് വന്നപ്പോഴേക്കും ഇവർ പറഞ്ഞ 45 മാർക്കിൽ ഒരു മാർക്കിൻ്റെ പോലും എന്തില്ല,
സിലബസിൽ ഇല്ല. അതെന്തോ കാരണം കൊണ്ടായാലും ഇത്തരം ആപ്പുകൾ ഇത്തരം ഉദ്യോഗാർത്ഥികളോട് ചെയ്ത വൻ ചതിയാണ്. കാരണം ഒരു മാസമായിട്ട് ഇതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും എന്നറിയാതെ നോക്കി ഞെട്ടിച്ചിരിക്കുകയാണ്. അവർക്കിനി ബാക്ക് ടു എന്ത് ചെയ്യണം, അവരുടെ GK പാർട്ടിലേക്ക് വരണം. ആ GK പാർട്ട് 55 മാർക്കിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാന ലാപ്പിൽ പഠിപ്പിക്കാം. ആദ്യം PSC പോലും തരാത്ത സിലബസ് ഞങ്ങൾ ഇതാ മോക്ക് സിലബസ് ആയിട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നൽകി. ഇനി സിലബസ് വന്ന ശേഷം നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഇത്തരത്തിലുള്ള എല്ലാ വീഡിയോസും എന്ത് ചെയ്തു, ബാങ്കിങ് റിലേറ്റഡ് ആയിട്ട് ഇവർ ക്ലാസ് കൊടുത്താൽ യൂട്യൂബിൽ തന്നെ ഞാൻ നോക്കുമ്പോൾ തന്നെ ഏകദേശം 17K 18K ഒക്കെ അടിച്ച ഈ ഒരു ബാങ്ക് എക്സാമിൻ്റെ കാര്യങ്ങൾ റിലേറ്റഡ് ടോപ്പിക്സ് പറയുന്ന ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഇവരെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞു. അതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇവർ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായി, നിങ്ങൾക്ക് എക്സാം ഈസി ആയി. കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സംഭവം തന്നെയാണ് തന്നത്, PSC തന്നത്. വലിയൊരു സിലബസിൽ വലിയ മാറ്റമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇനി എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പേഴ്സണലായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് വിളിച്ചപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാൻ ഈ ഒരു പ്രമുഖ ആപ്പിൽ വിളിച്ചപ്പോൾ പറയുകയാണ് ഈ ബാങ്കിൻ്റെ എക്സാം പ്രിലിംസ് എക്സാം വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ചോദിച്ചു ഇതെങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്, കാരണം LSD സെക്രട്ടറി അടക്കം പോലുള്ള വലിയ പോസ്റ്റുകൾക്ക് വരെയുള്ള കോമൺ പ്രിലിമിനറി എക്സാമാണ്. പക്ഷേ ഇപ്പോഴും ഉദ്യോഗാർത്ഥികളോട് ഇവർ പറയുന്നത് ബാങ്കിൻ്റെ പ്രിലിംസ് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു നമ്മുടെ സുഹൃത്ത് ഓൾറെഡി PSC രംഗത്തുള്ള ആളായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ പുള്ളി വീണ്ടും ചോദിച്ചു നിങ്ങൾ എന്ത് ബേസിലാണ് ഇത് പ്രിലിംസ് വളരെ എളുപ്പമായിരിക്കും എന്ന കാര്യം പറയുന്നത്. LSD സെക്രട്ടറി പോലുള്ള എക്സാമുകൾക്ക് പോലും ഈ ഒരു പരീക്ഷ കോമൺ ഡിഗ്രി ലെവൽ ഈ സമയത്താണ് പ്രിലിമിനറി കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സംഭവത്തിൽ നിങ്ങൾ ഒന്നും അറിയാത്ത ഉദ്യോഗാർത്ഥികളോട് ഇത് ബാങ്ക് വളരെ എളുപ്പമായിരിക്കും, അതുകൊണ്ട് പേടിക്കേണ്ട, ഈ കോഴ്സിൽ തുടർന്നോളൂ എന്ന് എങ്ങനെയാണ് പറയുക എന്ന രീതിയാണ് ഉള്ളത്. പിന്നെ അതിന് ഒരുപാട് പ്രതിഷേധങ്ങൾ, ഒരുപാട് ആൾക്കാർ ഇത്തരം അവരുടെ ആശങ്കകൾ അറിയിച്ചപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ മറ്റ് കോഴ്സുകളിലേക്ക് മാറ്റാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അവരുടെ തന്നെ മറ്റ് കോഴ്സുകളിലേക്ക് കൊടുക്കാം. അങ്ങനെ ഇല്ലാത്തവർ, ഒരു രക്ഷയില്ലാത്തവർക്ക് എന്ത് ചെയ്തു, ഇവർ റീഫണ്ട് ചെയ്ത് കൊടുത്തു. ഇത്തരം പൈസയൊക്കെ ഇവർ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ എന്താണ് ഞാൻ ഇവരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ പൈസ രണ്ടാമത്തെ വിഷയമാണ്. ഇവിടെ ഉദ്യോഗാർത്ഥികളുടെ നഷ്ടപ്പെട്ട സമയത്തിന് ആര് ഉത്തരവാദിത്വം പറയും? അതായത് നിങ്ങൾ കോഴ്സ് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ കോഴ്സുകൾ വാങ്ങി യൂസ് ചെയ്യുന്നവരാണ് നമ്മളടക്കമുള്ള എല്ലാവരും. പക്ഷേ ഒരു സിലബസ്, ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ക്ലാസ് കൊടുത്തു തുടങ്ങും. യാതൊരുവിധ സിലബസിനെ കുറിച്ച് പോലും ഇപ്പം നമുക്കറിയാം PSC എല്ലാ വിഷയങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, സിലബസ് മാറിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ബന്ധമില്ലാത്ത സിലബസ് പുറത്തിറക്കി, നിങ്ങൾ തന്നെ സിലബസ് പുറത്തിറക്കി, നിങ്ങൾ തന്നെ ഒരു മാസം മുമ്പേ ക്ലാസ് തുടങ്ങി. അപ്പം ഒരു ലെവലിലെത്തിയ ശേഷമാണ് കുട്ടികളോട് പറയുന്നത്, PSC പറയുന്നത് ഇതല്ല സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ലാഘവത്തോടെ പറയുകയാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചു വരുന്ന സിലബസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നവും നിങ്ങൾക്കില്ല എന്ന് പറയാനുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കിതിവിടെ പറയേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരം കോഴ്സുകൾ, അത് മീൻസ് അറ്റ്ലീസ്റ്റ് സിലബസ് വരാത്ത കോഴ്സുകളിലൊക്കെ പോയി ചേരുമ്പോൾ നമ്മുടെ ചാനലിലൊക്കെ പണ്ടേ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുക, അവരോട് കൃത്യമായിട്ട് എത്ര ശതമാനം ഉറപ്പുണ്ട് എന്ന രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും ഇത് ഞങ്ങളുടെ മാത്രം സിലബസ് ആണ് എന്ന് പറയും. പക്ഷേ നമ്മൾ ഇവരുടെ തന്നെ മോക്ക് സിലബസ് ആണ് എന്ന് പോലും നോക്കാതെ ഇവരുടെ സൈറ്റിൽ കയറിയും ഇവരുടെ സിലബസ് ഡൗൺലോഡ് ചെയ്യും, അത് വെച്ച് ഇവരുടെ ക്ലാസ്സിൽ ചേരുകയും 3000 മുതൽ 17,000 രൂപ വരെ പഠിച്ച് കൊടുത്ത് ഫീസ് വാങ്ങി നമ്മൾ പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം നിങ്ങളെല്ലാം സർക്കാർ സർവീസിൽ കയറി പല ഉത്തരവാദിത്തങ്ങൾ ജോലികൾ ചെയ്യേണ്ടവരാണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കറിയാത്തൊരു സിലബസും ഇവർക്കും ഇല്ല. നിങ്ങൾക്കറിയാത്ത ഒരു സിലബസിനെ കുറിച്ച് അറിവ് ഇവർക്കും ഇല്ല. ഇവർ മോക്ക് സിലബസ് എന്ന് പറയുന്നത് ഇപ്പം തന്നെ തെറ്റിയല്ലോ. എല്ലാ പ്രമുഖ ആപ്പുകളുടെയും സിലബസ് കേരള ബാങ്കിൻ്റെ അസിസ്റ്റന്റ് മാനേജർ എക്സാമോടുകൂടി ഞെട്ടിയിരിക്കുകയാണ്. അത് മാത്രമല്ല LSD സെക്രട്ടറി എക്സാമിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, അത് വേറെ വിഷയം. പക്ഷേ ഇതിന് കംപ്ലീറ്റ് ആയിട്ട് 45 മാർക്ക് ബാങ്കിങ്ങിന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ഒരു ആപ്പിനെയോ ഇതിനെയും വ്യക്തിപരമായ മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരുപാട് ആപ്പുകൾക്ക് ഈ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ തെറ്റ് പറ്റിയ കാര്യം എന്ത് ചെയ്യണം, അവർ പരസ്യമായിട്ട് അംഗീകരിച്ച് വിദ്യാർത്ഥികളോട് അത് പറയണം. പക്ഷെ ഇപ്പോഴും അവർ ഗ്രൂപ്പുകളിൽ കൊടുത്തിരിക്കുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഒരു നോട്ടമില്ല. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ്, ഇപ്പം നമ്മുടെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞത് ഇത്തരം ക്ലാസ്സുകൾ ചേർന്നിട്ട് ഒരു ദിവസത്തെ ക്ലാസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്ക് സമയനഷ്ടം ഇല്ലാതെ രക്ഷപ്പെട്ടു പോയത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, 24 ദിവസത്തോളം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവർ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ യൂട്യൂബിൽ 17K ഒക്കെ വ്യൂ വന്ന മീൻസ് ഏകദേശം 30 മിനിറ്റോ 35 മിനിറ്റോ ഉള്ള ക്ലാസ്സിൽ 18 മിനിറ്റോളം 18,000 ആൾക്കാർ കണ്ട ക്ലാസ്സാണ്. അതിൻ്റെ പാർട്ട് 1, 2, 3 ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. പക്ഷേ അവരോടൊക്കെ ഇത്തരം ആൾക്കാർ കൊടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ സമയനഷ്ടമാണ് വലിയ നഷ്ടമായിട്ട് വരുന്നത്. സാമ്പത്തിക നഷ്ടം രണ്ടാമത്തെ കേസാണ്, സമയനഷ്ടമാണ് വലിയ നഷ്ടമായിട്ട് വരുന്നത്. ഇനിയെങ്കിലും ഇത്തരം ആപ്പുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം മറ്റ് സൈഡിലൂടെ നിങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നല്ല കോഴ്സുകൾ ചെറിയ ഫീസിന്, ഇപ്പം മത്സരം വർദ്ധിച്ചെന്ന് നമുക്കറിയാം, ഫീസുകളെല്ലാം കുറഞ്ഞു വരികയാണ്. അപ്പോൾ 1000-ൽ താഴെ രൂപയ്ക്ക് നിങ്ങൾക്ക് ഒട്ടുമിക്ക കോഴ്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ അനാവശ്യമായ തിടുക്കം കൂട്ടി യാതൊരുവിധ ബേസും ഇല്ലാതെ ഇത്തരം ക്ലാസ്സുകളൊക്കെ കൊടുത്ത് ഇത്തരം പരിപാടിയായിട്ട് ഇറങ്ങുമ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ക്ഷമയും
എന്താണ് സമയം എല്ലാം എന്താണ് ഇതിൽ നഷ്ടപ്പെടുകയാണ്. ബിക്കോസ് ഒരു മാസത്തോളം ഇതിനുവേണ്ടി പഠിക്കുക പെട്ടെന്ന് സിലബസ് മാറുക. പിന്നെ എങ്ങനെയാണ് ആ കുട്ടിക്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റുക? ഇവിടെ എല്ലാ ആപ്പുകളും ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ഈ വിഷയം. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻ്റായിട്ട് പറയുക. ഇത് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത്, ഇപ്പോൾ ഒരുപാട് ചൂഷണം നടക്കുന്ന ഒരു മേഖലയാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്കറിയാം, നമ്മളൊരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചിട്ട് പണ്ട് ഒരുപാട് ക്യാമ്പയിനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ളവരും അതേ വഴിക്കാണെന്ന കാര്യം നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് പറയുക. ഇതിപ്പോൾ ഞാൻ കേരള ബാങ്കിൽ നമുക്ക് അടുത്തറിയുന്ന ഒരു സുഹൃത്തിന് വന്നൊരു പ്രശ്നം ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇതുമായി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇത്രയും വലിയൊരു സംഭവം ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത്. ഒരു സിലബസ് ചതി തന്നെ നടന്നിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. ഈ വീഡിയോ ഒരു ആപ്പിനെയോ അല്ലെങ്കിൽ ഒന്നിനെയും മോശമായി കാണിക്കാനുള്ള, പക്ഷേ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന ചാനൽ എന്ന നിലയ്ക്ക് ഇത് പറയേണ്ട ബാധ്യത നമ്മൾക്കുണ്ട്. അതുകൊണ്ട് മാത്രം പറഞ്ഞാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയണം തോന്നിയുകൊണ്ട് പറഞ്ഞത് മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും തീർച്ചയായും ഷെയർ ചെയ്യുക, കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കുക. കാരണം ഇത് എല്ലാവരും അറിയേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടട്ടെ, എല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ. താങ്ക്